ഹലോ നമസ്കാരം, എല്ലാവർക്കും സംസാരം ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിയിൽ മേമയുടെ അടുത്താണ്. അപ്പം മേമ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരുപാട് ഡിഷസ് മേമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചിട്ടും ഉണ്ടാവും. അപ്പം ഇന്നും അതുപോലെ ഒരു സ്പെഷ്യൽ ഡിഷാണ് മേമ നമുക്ക് ഉണ്ടാക്കി തരാൻ പോണത്. അപ്പം മേമേ, എന്താ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോണത്? ബീഫ് BDF ആണ് ഉണ്ടാക്കുന്നത്. അപ്പം വീട്ടിൽ പരീക്ഷിച്ചൊക്കെ നോക്കി മേമ അതിൽ ഫുൾ എക്സ്പേർട്ട് ആണല്ലേ? കടയിലും പരീക്ഷിച്ചു. അപ്പോൾ നമുക്കൊന്നത് നോക്കാം. തുടങ്ങിയാലോ? തുടങ്ങാം. ഇറച്ചി കഷ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുന്നേ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി പൊടി, വേപ്പില ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഇരിക്കണം. എന്നിട്ട് കുക്കറിലിട്ട് ഒരു 4 വിസിലേതും, അതായത് ഇറച്ചിയുടെ 3/4 വേവുന്നതിൽ ഇതായിട്ട് ഇറക്കണം. ഇറക്കി കഴിഞ്ഞ് അത് ചൂടൊക്കെ ആറ് വരുമ്പോൾ അത് കട്ട് ചെയ്യണം. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് പിന്നെ അതിൽ രണ്ടാമതും തന്നെ ഈ കാശ്മീരി പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പെരുംജീരകം, കോൺഫ്ലവർ പൊടി, അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി എല്ലാം കൂടി രണ്ടാമത് വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പീസുകൾ മുഴുക്കണം അതിൽ മിക്സ് ചെയ്ത് കുത്തുമുളക് ഇട്ട് ചില്ലി ഫ്ലേക്സ് അതന്നെ ഒക്കെ മിക്സ് ചെയ്ത് വെക്കണം. അത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കണം. അപ്പോൾ വെച്ചിട്ട് തന്നെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ബീഫ് കഷ്ണങ്ങൾ ഇടാം. നമ്മൾ വേവിച്ച് മസാലയൊക്കെ പുറത്ത് വെച്ചേക്കുന്ന ബീഫാണ്, നീളത്തിലരിഞ്ഞ്. അപ്പം അതൊക്കെ ഒന്ന് കൂടി ഇതാവുമ്പോൾ ഒന്ന് മറിച്ചിടണം. എളുപ്പമാണല്ലേ? അതിന് ചിലവൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ ഇതൊക്കെ ഒന്ന് പുരട്ടി വെച്ചിരുന്നാൽ മതി. എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്? ചോറിൻ്റെ കൂടെ ആണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. പൊറോട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ബീഫ് റോസ്റ്റ് പോലെയൊക്കെ ആയി വരുമോ? ഇത് റോസ്റ്റായിട്ട് വരില്ല, റോസ്റ്റ് ഇങ്ങനെ വറുത്ത് വരും. റോസ്റ്റായിട്ട്. പിന്നെ ചോറിന് കടിച്ച് മീൻ കഴിക്കുന്ന പോലെ, ഉണക്കിറച്ചിക്ക് കഴിക്കുന്ന പോലെ ചോറിന് കടിച്ച് തിന്നാൻ രസമുണ്ട്. ഇതൊക്കെ മേമ തന്നെ പരീക്ഷിച്ച് കണ്ടെത്തിയ സംഭവങ്ങളൊക്കെയാണോ? അതെ. അപ്പൊ വേറെ എന്തൊക്കെയുണ്ട് ഇതുപോലെ കയ്യിൽ ഐറ്റംസ്? വേറെ ഇപ്പം ഏത്തപ്പഴം, പുളിശ്ശേരി വെറൈറ്റി ഐറ്റംസ് ഒക്കെ. ഇത് നമ്മുടെ ബീഫിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്? ചിക്കനിൽ ചെയ്യാൻ പറ്റുമോ? ചിക്കനിൽ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല. ചെയ്ത് നോക്കണം എന്നൊരു വിചാരമുണ്ട്. അപ്പൊ നമുക്ക് ബീഫിലാണ് ഇപ്പൊ പരീക്ഷിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബീഫ് എത്ര വിസിൽ അടിക്കണം? 4 വിസിൽ 4 വിസിലടിക്കണം. പിന്നെ ബീഫിന്റെ പല വേവാണല്ലോ. ചില അധികം മൂപ്പ് കുറഞ്ഞ ഇറച്ചിയാണെങ്കിൽ 4 വിസിലാണ്. മൂപ്പ് കൂടി വിസിലാണ് ഈ ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിൽ കൂടിയത് അടിക്കണം. നമ്മൾ കടയിലൊക്കെ നമ്മൾ ഇറച്ചി ബീഫ് വയ്ക്കുന്നത് നമ്മൾ 6 വിസിലടുപ്പിക്കും. അപ്പോൾ നമ്മളിത് കുക്കറിൽ വെക്കുന്നതിന് മുമ്പും നമ്മൾ മുളകൊക്കെ ഇട്ട് വെച്ചിട്ട് അതിന് ശേഷവും നമ്മളിതെല്ലാം പുരട്ടി വെക്കണം. എന്ത് കാരണം കൊണ്ട് അധികം വേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഒരു വാഴപ്പിണ്ടിയുടെ അച്ചാറൊക്കെ ചെയ്ത് ഒരുപാട് പേര് കണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? 1 ലക്ഷം പേര് പുറത്തൊക്കെ ഇത് കണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. പിന്നെ മോളെ വീട്ടിൽ കുർബാന സ്വീകരണം എടുത്തിട്ട് പോയപ്പോൾ സ്പെഷ്യലായിട്ട് ഞാനത് അവർക്കുള്ളവർക്കല്ല, വീട്ടുകാർക്ക് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാക്കി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതെല്ലാവർക്കും അത് ഇഷ്ടമായി. ഇപ്പം ഞാൻ കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തപ്പോഴും അവർക്കും അത് ഒരുപാട് ഇഷ്ടമായി. അപ്പം അത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വരണം നമുക്ക്, അല്ലേ? അപ്പോൾ കോരിയെടുക്കാം. അപ്പം നമ്മുടെ ഇത് പെട്ടെന്ന് അതിനായിട്ടുണ്ട്. നമുക്ക് ഇനി നിന്ന് എടുക്കാം. പിന്നെ
നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കണതാണല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരു 4 പച്ചമുളക് നീളത്തിൽ പൊളിച്ചത്, ഒരു 3 വറ്റൽമുളക് പൊളിച്ചത്, കുറച്ച് കരിവേപ്പില, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ പെരിഞ്ചീരകം ഒക്കെ വറുത്ത് ഇതിന് മുകളിലേക്ക് വെക്കണം. എന്നാലും ഇത് ഫുള്ള് റെഡി കാണുമ്പോഴാണ് അത് ഭംഗിയുള്ളൂ. അപ്പം അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. വറ്റൽമുളക്, കറിവേപ്പില, പെരിഞ്ചീരകം, നമ്മുടെ ലാസ്റ്റത്തെ പരിപാടിയും കഴിഞ്ഞു, ഒരു ഗാർണിഷിംഗ് പരിപാടിയും കഴിഞ്ഞു. ബീഫ് BDF പണി കഴിഞ്ഞു. ഇനി ഇതിന് പെട്ടെന്ന് നമ്മൾ BDF ഉണ്ടാക്കി കഴിഞ്ഞു. പെട്ടെന്ന് BDF ഉണ്ടാക്കി കഴിഞ്ഞു, ഒരു ചിലവുമില്ല. നമ്മുടെ മേമയുടെ സ്പെഷ്യൽ ബീഫ് BDF റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് മേമ. നമുക്കിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ പൊറോട്ടയുടെ ഒക്കെ കൂടാണെങ്കിലൊക്കെ ടേസ്റ്റിന് ചൂടോടെ കഴിക്കണം അല്ലേ? ചൂടോടെ കഴിക്കണം. തണുത്താ എനിക്ക് തോന്നുന്നു അതൊന്ന് ഇപ്പം ചോറിനായാലും കഞ്ഞിക്കായാലും ഇങ്ങനെ കടിച്ച് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഉണക്കിറച്ചി കടിച്ച് തരുന്ന പോലെ രസമുണ്ട്. അതെ, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. പിന്നെ സിമ്പിളാണ്. വീട്ടിൽ നമ്മൾ നേരത്തെ ഇതൊക്കെ മസാലയൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരുന്നാൽ തന്നെ, നമ്മൾ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ തന്നെയും അപ്പം എടുത്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതും അല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. സിമ്പിളായിട്ട് മേമ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. മേമ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞോ? പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചോറിനൊക്കെ കഴിക്കാനായിട്ട് രസമാണ്. അമ്മമാരൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മക്കളും അപ്പനും കൂടി കഴിക്കാം. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.